ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക് ഫോറവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ആ ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഈ ഫോട്ടോയുടെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഫോട്ടോ എങ്ങനെ എടുക്കുന്നു, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി ഇപ്പം വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നു ഫോട്ടോ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തുടങ്ങിയാൽ എന്താണ്. അപ്പം ഇത് ഫസ്റ്റ് ഫോട്ടോ സെഗ്മെൻറ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പം ഫോട്ടോ സെഗ്മെൻറ്റിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള ഫോട്ടോയൊക്കെ എടുത്ത് എനിക്കൊന്ന് അയച്ചു തരുവാണെങ്കിൽ ഞാൻ അതേപടി ഈ വീഡിയോ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ എടുക്കുന്ന നേരത്തെ ഒരു പ്ലേസ് എടുക്കുക. പ്ലേസ് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ഫോട്ടോ എടുക്കുന്ന ആബ്ജക്റ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നതിന് മാനുവൽ ഫോക്കസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ബ്ലറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് തീയൊക്കെ കത്തുമ്പോൾ പിന്നെ ബ്ലറൊക്കെ മാറിപ്പോവും, പിന്നെ ഫോക്കസിങ് മാറും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറേ വരും. അതുകൊണ്ടാണ് ഞാൻ മാനുവൽ ഫോക്കസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലറിങ്ങും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് മാനുവൽ ഫോക്കസ് എടുക്കുന്നത്. അപ്പം കുറേ ഫോട്ടോസ് ഞാൻ അതേപടി ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ടും ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ദാണ്ട അല്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോസ് നോക്കുന്നു. ഇതിൽ ദാണ്ട ഇത് നല്ലൊരു ഫോട്ടോയാണ്, ഇതും കൊള്ളാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 5-6 ഫോട്ടോ എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ നമ്മൾ മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്, ഇങ്ങനെ ഒരു ബ്ലറാക്കി. അപ്പോൾ നമുക്ക് അവിടെ ഒരു തീ കത്തിയിട്ടില്ല, തീ കത്തിയ ഒരു ലാമ്പില്ല. അതുകൊണ്ട് തീ കത്തുന്ന എഫക്റ്റിൽ നമ്മളൊരു ഫോട്ടോ എടുക്കണം. ഇച്ചിരി വെട്ടമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് തീ കത്തുന്ന എഫക്റ്റ്. ഇവിടെ മൊത്തം കാറ്റൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാം. എഡിറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ കോർപ്പ് ചെയ്യുക. കോർപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ എക്സ്പോസർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതെടുക്കുക. അതെടുത്തതിന് ശേഷം ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യുക ഇതിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളല്ല ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് എടുത്തൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുക. ആ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് നമുക്കിതിന് ചേരുന്ന രീതിയിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യണം. ഇത് കൃത്യമായി തന്നെ ആഡ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവുന്നതല്ലായിരിക്കും. നമ്മൾ മായ്ക്കുന്ന സമയത്ത് അത് ഒരു പന്നലായ രീതിയിലൊക്കെ ഇരിക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് ചേർത്ത് വെക്കാം. ആ മരത്തിനൊക്കെ മരം വെച്ചാണ് ഞാൻ നോക്കുന്നത്. അവിടുത്തെ ആ മരം വെച്ച് നോക്കുമ്പോൾ കൃത്യമായി ഇരിക്കുന്നെങ്കിൽ, മായ്ച്ച് നോക്കുമ്പോൾ കൃത്യം പോലെ തന്നെ തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഫുള്ളാക്കി ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം മണ്ടയിൽ നിന്ന് തന്നെ വ്യൂ കൊടുക്കുക. ഈ എഡിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പിന്നീട് നമ്മൾ ആ ഭാഗം മാത്രം നമ്മൾ മായ്ച്ച് കളയുക, നമ്മുടെ കൈ കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ഇച്ചിരി ബ്ലറിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് പിന്നെ ഒരു ചെറിയൊരു മാറ്റമുണ്ട് വെച്ചേക്കുന്നതിൽ. അതുകൊണ്ട് മാത്രം ഞാൻ എല്ലാം ഫുള്ളായിട്ടൊന്ന് മായ്ക്കുകയാണ്. ഫുള്ളായിട്ട് വെച്ചിട്ട് ആ തീയും ആ പേപ്പറും കാര്യങ്ങളും മാത്രം വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനി മായ്ച്ചിട്ട് നമുക്ക് ബാക്കി. ഈ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. ഈ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് സ്നാപ്സീഡ് എന്നാണ്. അപ്പോൾ നമ്മളിതുപോലെ എല്ലാ ഭാഗവും നമ്മൾ മായ്ച്ചു കൊടുക്കണം. മായ്ച്ചു കൊടുക്കുകയല്ല, നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് മാത്രം എടുത്തത് നേരെ ആഡ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അവിടെ തീയും കൂടെ കയറേണ്ടി വരും. അവിടെ നമ്മുടെ ആ തീ അങ്ങോട്ട് ശരിക്കും ഫോക്കസായി എടുത്തിട്ടില്ല.
നമ്മളപ്പോൾ ഫുള്ള് മായ്ച്ചിട്ടുണ്ട്. ഇപ്പം മായ്ച്ച് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ മണ്ടവശത്ത് നിങ്ങൾക്ക് കാണാം നമ്മൾ കൃത്യം മായ്ച്ച പോലെ അറിയാം. അത് മാറ്റാൻ വേണ്ടി നമ്മളൊരു പേപ്പർ കഷ്ണം വീണ്ടും അവിടെ ഒന്ന് കയറ്റി വെക്കാൻ പോകണം. നമ്മളിപ്പോൾ ഇപ്പോൾ എടുത്ത അതേ ഫോട്ടോസ് തന്നെ എടുത്ത് അതിൻ്റെ ഒരു ഭാഗത്തെ പേപ്പർ മാത്രം കയറ്റാൻ നോക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത പോലെ ഡബിൾ എക്സ്പോസർ എടുത്ത് നമ്മൾ വീണ്ടും ഫോട്ടോ ആഡ് ചെയ്യണം. ഇതിൻ്റെ ആ സൈഡിലത്തെ ആ ഭാഗപാത്ര പേപ്പർ ആഡ് ചെയ്യുകയാണ്. ഇച്ചിരി സൂമൊക്കെ ചെയ്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ മായ്ച്ചെടുക്കുക. മുമ്പത്തെ പോലെ തന്നെ ബാക്കി എല്ലാ ഭാഗവും മായ്ച്ച് കളഞ്ഞിട്ട് ഇത് മാത്രം ആ പേപ്പറിൻ്റെ ഭാഗം മാത്രം വെച്ചിരിക്കും. അപ്പോൾ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഫുൾ ആദ്യത്തെ എഡിറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ തീയും കൂടെ വെക്കാനുണ്ട്. നമ്മുടെ ലൈറ്ററിൽ നിന്ന് വരുന്ന തീ, അതിലിപ്പോൾ നമ്മൾ ആ ലൈറ്റർ മാത്രം എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ നമുക്കിനി ആഡ് ചെയ്യാം. ഈ തീയാണെന്ന് തോന്നുന്നു ഇച്ചിരി കൂടെ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ചരിഞ്ഞ് നിൽക്കുന്ന തീ. അപ്പോൾ നമുക്കതിന് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യം ആ ഹോളിൽ നിന്ന് തീ വരുന്ന മാതിരി തന്നെ നമ്മൾ കൃത്യം വെക്കേണ്ടതാണ്. അതും ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മായ്ച്ച് കളയുക. ഓക്കെ കൊടുത്ത് നമ്മളത് കട്ടി കൂട്ടാതെ തന്നെ നമ്മൾ ഓക്കെ കൊടുത്തു പോയി. അപ്പോൾ വീണ്ടും നമുക്ക് അതേപടി എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ്. വീണ്ടും നമുക്ക് അഡ്ജസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെടുത്ത് വീണ്ടും ആ തീയുടെ ഭാഗം നമ്മളവിടെ നിന്ന് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മായ്ച്ചിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ തീയുടെ സംഭവം നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്യണം. ഇപ്പം വീണ്ടും നമ്മൾ തിരിച്ച് മായ്ക്കുകയാണ്. അതെല്ലാം കൃത്യം ആ ഭാഗം വരുന്ന രീതിയിൽ തന്നെ മായ്ച്ച് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ പക്ക ഒരു ഒറിജിനാലിറ്റി തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ തീയുടെ സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആ കൃത്യം അതേപടി തന്നെ ഉണ്ട്. തീ കത്തി നിൽക്കുന്ന രീതിയിൽ തന്നെ. ഇനി ബാക്കി എഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനി കളർ കൂട്ടും അഡ്ജസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കാണുക.
അപ്പോൾ നമ്മുടെ ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഫോട്ടോ ഒന്ന് കാണാം. സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഒന്ന് കാണാം. ഇതാണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ. ഇപ്പം എന്താണ് നമ്മളത് കട്ട് ചെയ്ത് വെച്ച പോലൊന്നും അല്ലാതെ തന്നെ പേപ്പർ ഒറിജിനാലിറ്റി തീ കത്തുന്ന പോലെ തന്നെ ഒരിടത്ത് തനിയെ നിന്ന് തീ കത്തുന്ന പോലെ തന്നെ ഒരു നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ ഇതേപടിയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ അതേപടി ഫോട്ടോ എടുക്കാനും അത് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താനും ഞാൻ വിചാരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ അതിനുവേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. ഞാനപ്പോൾ താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ അതുവഴി കയറി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുപിടിക്കാം.